ഇരുണ്ട രാത്രിയിൽ ശാന്തമായ ഒരു സമതല ഭൂമിയിൽ കാറ്റിൻ്റെ ശബ്ദത്തിനിടയിൽ പെട്ടെന്നൊരു വിസിൽ ശബ്ദം. അത് അടുത്തുപോലെ തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ ദൂരെയായിരിക്കും. ദൂരെയായി തോന്നിയാൽ അവൻ നിങ്ങളുടെ വളരെ അടുത്തു തന്നെ ഉണ്ടാകും. ഇതാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ വിറപ്പിക്കുന്ന എൽ സിൽബൺ. വെൽക്കം ടു അവർ ചാനൽ മിസ്റ്റീരിയസ് വേൾഡ്. വെനസ്വല, കൊളംബിയ എന്നീ രാജ്യങ്ങളിലെ ലോസ് ലാനോസ് എന്ന വലിയ പുൽമൈതാനങ്ങളിലാണ് ഈ ഭീകരകഥ പിറന്നത്. എൽ സിൽബൺ എന്ന വാക്കിനർത്ഥം വിസൽ മുഴക്കുന്നവൻ എന്നാണ്. ഒരു സാധാരണ പ്രേതകഥയല്ല ഇത്. അവിടെ ജനിക്കുന്ന കുട്ടികളെ പേടിപ്പിക്കാൻ, രാത്രി ഒറ്റയ്ക്ക് പുറത്തിറങ്ങാതിരിക്കാൻ മാതാപിതാക്കൾ പറയുന്ന യഥാർത്ഥ ഭയം. എൽ സിൽബൺ ഒരു മനുഷ്യനായിരുന്നു. അഹങ്കാരവും ദുഷ്ട സ്വഭാവവും മദ്യപാനവും നിറഞ്ഞ ഒരു യുവാവ്. ഒരു ദിവസം അവൻ തൻ്റെ അച്ഛനോട് പറഞ്ഞു, ഇന്ന് എനിക്ക് മാനിറച്ചി വേണമെന്ന്. അച്ഛൻ കാട്ടിൽ പോയെങ്കിലും മാൻ കിട്ടുന്നില്ല. അച്ഛൻ തിരികെ വന്നപ്പോൾ മകൻ ദേഷ്യത്തിൽ അന്ധനായി മാറുകയായിരുന്നു. ദേഷ്യത്താൽ അവൻ തൻ്റെ അച്ഛനെ ക്രൂരമായി കൊലപ്പെടുത്തി. അവൻ്റെ അമ്മ മകനെ ശപിക്കുന്നു, നീ ഒരിക്കലും സമാധാനം കണ്ടെത്തരുത്. നിന്റെ ജീവിതം മുഴുവൻ ഈ ശാപം ചുമന്നു നീ നടക്കണം. ആ മകനെ കൊന്നുകളയാൻ അച്ഛന് മനസ്സിലായിരുന്നു. പക്ഷേ ശിക്ഷ അത് മരണത്തേക്കാൾ ഭീകരമായിരുന്നു. അവനെ ഒരു മരത്തിൽ കെട്ടി ശരീരം മുഴുവനും ചവിട്ടി കൊണ്ടടിച്ച് മുറിവുകളിൽ മുളകും മദ്യവും ഒഴിച്ചു. അവസാനം അവൻ്റെ അച്ഛൻ്റെ എല്ലുകൾ നിറച്ച ചാക്ക് അത് ജീവിതം മുഴുവൻ ചുമക്കണമെന്ന് പറഞ്ഞു. അന്നേ രാത്രി ആ യുവാവ് മനുഷ്യനായി കാണപ്പെട്ടില്ല. അവൻ മാറി. ഒരു നീണ്ട അതീവ ക്ഷീണിച്ച രൂപം. മുഖം വ്യക്തമായി കാണില്ല. പഴയ വസ്ത്രങ്ങൾ, കയ്യിൽ എല്ലുകൾ നിറഞ്ഞ ചാക്ക്. പക്ഷെ അവനെ തിരിച്ചറിയുന്ന ഒറ്റ കാര്യം, അവൻ്റെ വിസിൽ. എൽ സിൽബണിൻ്റെ വിസിൽ ഒരു സംഗീത സ്കെയിൽ പോലെയാണ്. ഡോ, റേ, മീ എന്ന പോലെ ഉയർന്നു താഴും. പക്ഷേ അതിലെ ഭീകരത, ശബ്ദം അടുത്തു കേൾക്കുന്നുവെങ്കിൽ അവൻ ദൂരെയാണ്. പക്ഷേ ശബ്ദം ദൂരെയായി തോന്നുന്നുവെങ്കിൽ അവൻ നിങ്ങളുടെ പിന്നിൽ തന്നെയുണ്ട്. ഈ വിസിൽ കേട്ടാൽ മരണം അടുത്തെത്തിയിരിക്കുന്നു എന്നാണ് വിശ്വാസം. അവൻ ആരെയാണ് തേടുന്നത്? എൽ സിൽബൺ ഒരു സാധാരണ പ്രേതമല്ല. അവൻ തിരഞ്ഞെടുക്കുന്നവരെ മാത്രമേ ആക്രമിക്കൂ. മദ്യപിച്ചവർ, സ്ത്രീകളെ വഞ്ചിക്കുന്നവർ, അച്ഛനെയും അമ്മയെയും അനാദരിക്കുന്നവർ. ചില രാത്രികളിൽ ഒരു വീടിന് പുറത്ത് എൽ സിൽബൺ എത്തും. അവൻ ചാക്ക് താഴെ വെച്ച് എല്ലുകൾ എണ്ണാൻ തുടങ്ങും. വീട്ടിലുള്ളവർ ആ ശബ്ദം കേട്ടാൽ ആ രാത്രി രക്ഷപ്പെടാം. പക്ഷേ ആരും കേട്ടില്ലെങ്കിൽ അടുത്ത ദിവസം വീട്ടിലൊരാൾ മരിച്ചിരിക്കും. എന്തുകൊണ്ടാണ് ഈ കഥ ഇന്നും ജീവനോടെ ഉള്ളത് എന്ന് ലോസ് ലാനോസ് പോലുള്ള വിശാലമായ പുൽമൈതാനങ്ങളിൽ കാറ്റിൻ്റെ ശബ്ദം, ദൂരെയുള്ള മൃഗങ്ങളുടെ നിലവിളി, ഒറ്റപ്പെട്ട രാത്രിയിൽ ഇതെല്ലാം ചേർന്ന് ഒരു വിസിൽ ശബ്ദം പോലെ തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇത് എൽ സിൽബൺ തന്നെയാണ് എന്നാണ്. എൽ സിൽബൺ വെറും ഭീകരകഥയല്ല, ഇത് ഒരു മുന്നറിയിപ്പാണ്. മാതാപിതാക്കളെ ആദരിക്കണം. ക്രൂരത പാപമാണ്. പാപങ്ങൾക്ക് ശിക്ഷയുണ്ടാകും. ഇന്നും വെനസ്വല, കൊളംബിയ എന്നിവിടങ്ങളിൽ ഒരു വിസിൽ ശബ്ദം കേട്ടാൽ ആളുകൾ ഭയത്തോടെ നിശബ്ദരാകും. ഇനി രാത്രി നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കാറ്റിനിടയിൽ ഒരു വിസിൽ കേട്ടാൽ അത് അടുത്തോ ദൂരെയോ എന്ന് ചിന്തിക്കരുത്. ഒന്ന് ഓർക്കുക, എൽ സിൽബൺ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലുകൾ ചുമന്നുകൊണ്ട് ഒരു പുതിയ പേരിനായി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരം ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ഫ്രം മിസ്റ്റീരിയസ് വേൾഡ്.